ചില ആൾക്കാരുണ്ട്, അവരെത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. അവരെത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. കഅബാലയത്തിന്റെ കില്ലയിൽ പിടിച്ച് ആയിരക്കണക്കിന് പ്രാവശ്യം ദുആ ചെയ്തിട്ടും കാര്യമില്ല. 50 വീട് വെച്ചു കൊടുത്താലും 500 പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുത്താലും കോടികൾ സദഖ കൊടുത്താലും എത്ര പള്ളി വെച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു പ്രതിഫലവുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ന വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെ ഒക്കെ കാലമാണല്ലോ. എന്തെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ഇട്ട് തന്നാൽ മതി. എന്തെങ്കിലും കാള പറ്റൂ എന്ന് പറഞ്ഞാൽ, ഒരാൾ മൊബൈലിലേക്ക് വാട്സപ്പിലേക്ക് ഒരു വാർത്ത വന്നു, കാള പ്രസവിച്ചു. ഉടനെ അതെടുത്ത് അടുത്തവന്റെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു, കാള പ്രസവിച്ചു നിട്ടുകൊടുത്തു. പക്ഷെ ഇവൻ കാള പ്രസവിക്കൂല എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ഇവന് കിട്ടൂല. അവൻ നോക്കൂല. ആരെങ്കിലും ഒന്നിട്ടാൽ അത് ഉടനെ ഷെയർ ചെയ്യുക. ഇങ്ങനെ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ആലോചിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു വിവാദം കിട്ടിക്കഴിഞ്ഞാൽ 5-6 ദിവസം പട്ടിണി കിടന്ന ഒരു പട്ടിയുടെ മുന്നിൽ ഒരു എല്ലും കഷ്ണം എടുത്തിട്ട് കൊടുക്കുമ്പോ അത് തിന്നാൻ കാണിക്കുന്ന ആർത്തിയ മറ്റു ചിലർക്ക്. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളങ്ങനെ ആകാൻ പാടില്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെ കൊടി പിടിക്കാൻ നിൽക്കേണ്ടവരല്ല നമ്മൾ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ, ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത നിന്നോട് വന്ന് പറഞ്ഞു തരുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കാതെ നീ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാലാ ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച കൂട്ടരെ, നിസ്കരിക്കുന്നവര്, നോമ്പ് പിടിക്കുന്നവര്, സകാത്ത് കൊടുക്കുന്നവര്, ഹജ്ജ് ചെയ്യുന്നവര്, സൽപ്രവർത്തനങ്ങൾ നടത്തുന്നവര്, ഇൻജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇൻജാഅകും ഫാസിഖുൻ. ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് താടിയുണ്ടാകും, നിസ്കാര തടമ്പുണ്ടാകും, പള്ളിയുടെ ഖതീബായിരിക്കും, വലിയ പണ്ഡിതനായിരിക്കും. ഇൻജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപി നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ, ഏ മുസ്ലിമേ, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നീ ആരോടും പറയല്ലേ. അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നീ ഒരാളോടും പറഞ്ഞു പരത്തല്ലേ. അവസാനം പറഞ്ഞു പരത്തി അവനെ കളിയാക്കി നിന്നെ നിസാരനാക്കിയിട്ട് അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമാകുമ്പോ നിന്റെ വായിക്കകത്ത് നിന്റെ കൈയിട്ടേറ്റ് കടിക്കേണ്ടി വരുമെന്നുള്ള ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആഘോഷിച്ചില്ലേ? പലരും ആഘോഷിച്ചില്ലേ? എന്തൊരാഘോഷമായിരുന്നു. ഒരു വാർത്ത കിട്ടിയപ്പോ അതാ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫ്ലെക്സി വരെ അടിച്ചു വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അതൊരു ആലിമാണെന്ന് നിങ്ങളാരും ഓർത്തില്ല, ഒരു ആലിമാണെന്ന് ആരും ഓർത്തില്ല. അവന് ഭാര്യ മക്കളുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, സമൂഹത്തിൽ നിലയും വിലയുമുള്ളവനാണെന്ന് ആരും നോക്കിയില്ലല്ലോ. എല്ലാരും ആഘോഷിച്ചില്ലേ? പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ആഘോഷത്തിൽ നിങ്ങളെ കാടി തിമിർത്തപ്പോ, ആഘോഷത്തിൽ എല്ലാവരും കളിയാക്കിയിട്ട് പുഞ്ചിരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ സഹാബിയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്തിനാ കരയുന്നത്? അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരന് കഴുവയുടെ കില്ല പിടിച്ചിട്ട് കരയുന്ന നബിയേ, ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. നെഞ്ചു പൊട്ടിയിട്ട് കരയുന്ന കരച്ചര കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് കിസ്റയെയും കൈസറയെയും ഉറപ്പിച്ച ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, ഏതാണ് ആ ചെറുപ്പക്കാരൻ? ഏതാണ് ആ ചെറുപ്പക്കാരൻ? ആ ചെറുപ്പക്കാരൻ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? നിന്നെ കരയിപ്പിച്ച ചെറുപ്പക്കാരൻ ഒന്ന് വിളിച്ചു കൊണ്ടുവരുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് കഅബയുടെ ചില്ലയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പൊന്നുപോലെ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ. എന്തു പാപമാ പൊന്നുപോലെ നീ ചെയ്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്ന നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മയ്യത്ത് കുളിപ്പിച്ച കഫൻ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്ത് കഫൻ പൊതി പൊതിഞ്ഞിട്ട് ഇറക്കി വെക്കുകയാ. കബറിനകത്തേക്ക് മയ്യത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ മണ്ണുമാരി കബറിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ ആ കബറിന്റെ മുകളിൽ ഞാനൊരു കമ്പെടുത്തടയാളം വെക്കും നബിയേ, ഞാനൊരടയാളം വെക്കുകയാ. കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ജനങ്ങൾ മുഴുവനും ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാ. അടയാളം വെച്ച കബറിന്റെ ഓരത്ത് പോയിട്ട് ആ കബറങ്ങ് മാറ്റുകയാ. ആ കബറങ്ങ് മാറ്റുകയാ. മണ്ണ് വെട്ടി മാറ്റുകയാ. ആ കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, ഒരു വില പോലുമില്ലാത്ത കഫൻ തുണിയുണ്ടല്ലോ, ആ കഫൻ തുണി മോട്ടിക്കും നബിയേ. ഞാനൊരു കള്ളനാരബിയെ, ഞാനൊരു കള്ളനാരബിയെ. കഫൻ തുണി മോട്ടിക്കുന്നവനാരബിയെ, മയ്യത്തിന്റെ തുണി പോലും മോട്ടിക്കുന്നവനാരബിയെ. കഫൻ തുണി മോട്ടിച്ചിട്ട് കബറിന്റെ മുകളിൽ പലയിടത്ത് നിരത്തി മണ്ണിട്ട് മൂടുകയാ. കബറിന്റെ മുകളിൽ മണ്ണിട്ട് മൂടുകയാ. തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കഫൻ തുണി മോട്ടിച്ച പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കിടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്ന നബിയേ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനുണ്ടല്ലോ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനുണ്ടല്ലോ, അവിടെ കിടക്കുന്ന മയ്യത്തുകൾ പലരും നഗ്നരാണ് നബിയേ. അവരുടെ കഫൻ തുണി ഞാൻ മോടിച്ചവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിരുന്ന് കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹിദറിന്റെ വേദിയിലേക്ക് ഓടി വന്ന മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മോനെ കരയല്ലേ, മോനെ കരയല്ലേ. പടച്ചവരോട് പൊട്ടിക്കിടന്ന് ദുആ ചെയ്തോ, പടച്ചവരോട് പൊട്ടിക്കിടന്ന് ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ തീരുന്നില്ല. പിന്നെയും ഇരുന്ന് കരയുകയാ, പിന്നെയും ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി എന്തേ കരയുന്നത്? ഇനി എന്തേ കരയുന്നത്? അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ. ഇതിനെക്കാളും ഒരു വൃത്തികെട്ട പാപം ചെയ്തവരാ, ഇതിനെക്കാളും പടച്ചവൻ പൊറുക്കാത്ത അപരാധം ചെയ്തവരാ. എനിക്ക് അല്ലാഹു പൊറുത്തു വരൂലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, പോലെ എന്തിനാ കരയുന്നത്? എന്ത് തെറ്റാ ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹു സർവ്വ പാപങ്ങളും പുറത്തു തരുന്നവനാണല്ലോ. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്ന നബിയേ, എന്റെ നാട്ടിലൊരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. എന്റെ നാട്ടിലെ ഏറ്റവും നാമറുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ച കഫൻ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച 6 അടി മണ്ണിനകത്തേക്ക് ആ മയ്യത്ത് എന്റെ കൈ കൊണ്ടാ നബിയെ ഇറക്കി വെച്ചത്. കബറിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും മടങ്ങി പോവുകയാ, എല്ലാവരും മടങ്ങി പോവുകയാ. കബറിന്റെ മുകളിൽ അടയാളം വെച്ച ടീച്ചർ
ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തുകയാ. രാത്രിയായി കബറിന്റെ പുറത്ത് വന്നിട്ട് മണ്ണങ്ങോട്ട് മാന്തുകയാ. അതാ കബറിനകത്ത് നിന്ന് മണ്ണ് മാന്തി കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണികൾ ഓരോന്നായി അടിച്ചു മാറ്റുകയാ. ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം ഇങ്ങനെ വെളിവാവുകയാ. കബറിനകത്ത് നിന്ന് കഫം തുണി പൊട്ടിച്ചിട്ട് കബറിന്റെ മുകളിൽ കയറി പലകകളെടുത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് പള്ളിക്കാട്ടിലൂടെ നടന്നു പോവുകയാ. പള്ളിക്കാട്ടിലൂടെ നടന്നു പോവുകയാ. ഈശാങ്കല്ലുകൾ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള പള്ളിക്കാട്ടിലൂടെ കുറച്ചൊന്ന് മുന്നോട്ട് നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് വികാരം കടന്നു വന്ന് നബിയേ, കബറിനകത്ത് ശരീരത്തിൽ ഒരു നൂൽപൗനം പോലുമില്ലാതെ കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് വികാരം തോന്നി. ഓടി കബറിന്റെ ചാരത്തിരുന്ന് രണ്ടാമതിന് കബർ മാന്തിയിട്ട് ആ കബറിനകത്ത് കിടന്ന് ആ മയ്യത്തിനെ ഞാൻ വ്യഭിചരിച്ച് നബിയേ, അതാ മയ്യത്തിനെ വ്യഭിചരിച്ചെന്ന റസൂലിന്റെ ചാരത്ത് നിന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് പറയുന്നു. ഉമർ ഇബ്നു ഖത്താബ് ബോധം കെട്ട് വീഴുകയാ. പ്രവാചകന്റെ കണ്ണ് മുഴുവനും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ അവസാനമാ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, പടച്ചവരോട് തൗബ ചെയ്തോ, പടച്ചവൻ നിനക്ക് പുറത്തുതരും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ബോധം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എത്ര വലിയ പാപമാരവിയേ, എത്ര വലിയ പാപമാരവിയേ, മരിച്ച മയ്യത്തിനെ കബർ മാന്തി കബറിനകത്തിട്ട് വ്യഭിചരിച്ചവനാ. അല്ല പുറത്തു കൊടുക്കുവോ, അല്ല പുറത്തു കൊടുക്കുവോ? ആ സമയത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, പോലെ നിന്റെ മനസ്സിലെഴുതിക്കോ, നിന്റെ മനസ്സിലെഴുതിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമ്മറേ, ഇവനല്ല പുറത്തു കൊടുക്കും, ഇവനല്ല പുറത്തു കൊടുക്കും. പക്ഷേ പടച്ചവൻ പുറത്തു കൊടുക്കാത്ത ഒരുത്തരുണ്ട് മറേ. അവനാരെന്നറിയുമോ, അവനാരെന്നറിയുമോ? മുസ്ലിമായ കൂടപ്പുറപ്പിന്റെ പച്ചയിറച്ചി തിന്നവനുണ്ടല്ലോ. അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവൻ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നവരെ, ആഘോഷിച്ചവരെ നാളെ പടച്ചവന്റെ സ്വർഗം നിന്നെ വിളിക്കുന്നടാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് പടച്ചവൻ നിന്നെ വിളിക്കുന്നു. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓടുമ്പോരെ, പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നീ ഓടി ചെല്ലുമ്പോ അന്ന് പടച്ചവന്റെ സ്വർഗം അടച്ചുകൊണ്ട് നിന്നെ കളിയാക്കുന്നടാ. ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ നീ 40 പേരുടെ മുന്നിൽ കളിയാക്കിയെങ്കിൽ നാളെ പടച്ചവൻ കോടാടി